ഹാലേലൂയ. വളരെ സന്തോഷം നിറഞ്ഞ ഈ നല്ല സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ സന്ദേശം എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളെയും നിങ്ങളിലൂടെ ഈ സന്ദേശം ആരൊക്കെ കേൾപ്പിക്കപ്പെടുന്നോ അവരുടെയും ജീവിതത്തിൽ, മനസ്സിൽ, ചിന്തകളിൽ, അവരുടെ സർവ മേഖലയിലും ഒരു വലിയ മാറ്റവും ഒരു വലിയ തിരിവും ഉണ്ടാക്കുന്ന ഒരു സന്ദേശമായിരിക്കും. അതുകൊണ്ട് ഒരല്പസമയം നിങ്ങൾ ഈ വചനത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. മനസ്സ് സമർപ്പിച്ച് നിങ്ങളിത് കേൾക്കുക. വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയുന്ന ശക്തിയേറിയ ചിന്തകളാണ് പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതും ചെയ്തതിന് ശേഷം വളരെ വലിയ അളവിലുള്ള മാറ്റങ്ങൾ കണ്ടതുമാകുന്ന ഒരു ചില പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. തികച്ചും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾക്കറിയാലോ, ഒരൊറ്റ വാക്ക് പോലും ഞാൻ ദൈവവചന അടിസ്ഥാനമില്ലാതെ ഞാൻ പറയാറില്ല. എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്, ജനം സ്പർശിക്കപ്പെടുന്നെങ്കിൽ അത് ദൈവവചനത്തിൽ സ്പർശിക്കപ്പെടണം. ഇന്നത്തെ ഈ ചിന്തയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നത് കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്താൽ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ, അത് ഈ വീഡിയോയ്ക്ക് പുതിയൊരു ജീവനും ഉണർവുമേകും എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കിയിരിക്കുക. കഴിയുന്നവർക്കെല്ലാം ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്താട്ടെ. ദാരിദ്ര്യം എന്നത് നമ്മുടെ എല്ലാവരുടെയും ധാരണ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് തികയാത്ത ഒരവസ്ഥ എന്നുള്ളതാണ്. സമ്പത്ത് കയ്യിലില്ലാത്ത ഒരവസ്ഥ കൊണ്ടാണ് ദാരിദ്ര്യം എന്നതൊന്ന് പരിഹരിക്കപ്പെടാത്തത് എന്ന ഒരു പൊതുധാരണ സമൂഹത്തിന്റെ ഇടയിലുള്ളപ്പോൾ ഞാൻ ദൈവവചനം പരിശോധിക്കുകയും ചില ജീവിതങ്ങളെ പഠിക്കുകയും ചെയ്തപ്പോൾ ദാരിദ്ര്യം എന്ന ഒരവസ്ഥ സമ്പത്തില്ലാത്തത് കൊണ്ട് മാത്രമല്ല, സമ്പത്തുള്ളവരുടെ ജീവിതത്തിലും പല കാര്യങ്ങളിൽ, പല ശ്രേണികളിൽ അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നതായി മനസ്സിലാക്കാനായി സാധിച്ചു. സദൃശവാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 23-ാമത്തെ സദൃശവാക്യം, അതിന്റെ 7-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. വിശുദ്ധ ബൈബിൾ മനസ്സിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതും, മനസ്സിന്റെ ക്വാളിറ്റിയും മനസ്സിന്റെ സൗഖ്യവും മനസ്സിന്റെ ബലവുമെല്ലാം ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളെയും അവന്റെ ജീവിത വിജയത്തെയും സ്വാധീനിക്കുന്നതാണ് എന്നും ഇതിനോടകം പല സന്ദേശങ്ങളിലൂടെ ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. സദൃശവാക്യവും പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ കണക്കു കൂട്ടുന്നത് പോലെയാണ് അവന്റെ ജീവിതത്തിന്റെ നിലവാരം എന്ന്. ദാരിദ്ര്യം എന്നത് സമ്പത്തില്ലാത്ത ഒരവസ്ഥയല്ല. ദാരിദ്ര്യം എന്നതൊരു കണ്ടീഷൻ അല്ല. ദാരിദ്ര്യം എന്നതൊരു കൺട്രോളാണ്. ഒന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ദാരിദ്ര്യം എന്നത്, ഇല്ലായ്മ എന്നത് ഒരു കണ്ടീഷൻ അല്ല, അതൊരു കൺട്രോളാണ്. എന്താണ് ഈ കൺട്രോൾ? തികച്ചും അതൊരു പൈശാചികമാകുന്ന തന്ത്രത്തിലൂടെയുള്ള കൺട്രോളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ശരാ, ഈ ദാരിദ്ര്യം എന്നൊരു അവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു വളർച്ച വരാത്തത്, നമുക്കൊരു ഉയർച്ചയില്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര അധ്വാനിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാവണ്ണം നടക്കാത്തതും സാത്താനും തമ്മിൽ എന്താ ബന്ധം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദാരിദ്ര്യം എന്നത് തികച്ചും ഒരു സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഓഫ് പോവർട്ടി. പല ദൈവമക്കളെയും അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം പാലിക്കുകയും ദൈവ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുകയും, എന്നാൽ അവരുടെ ജീവിതത്തിൽ അധ്വാനത്തോട് അവർക്ക് ഒന്ന് അധ്വാനിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ ഒന്നും തികയാതെയും നിറയാതെയും ഒക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ സ്പിരിറ്റ് ഓഫ് പോവർട്ടിയെ ശാസിച്ചു കഴിയുമ്പോൾ അവർ ഡെലിവർ ആകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ സന്ദേശം
നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വലിയ ഡെലിവറൻസ് അനുഭവിച്ചൊരു മേഖലയായിരിക്കാം അത്. ദാരിദ്ര്യത്തിന്റെ ആത്മാവിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം. അതൊരു ഭയങ്കര വലിയ സ്വാതന്ത്ര്യമാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. ദാരിദ്ര്യത്തിന്റെ ആത്മാവിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സ്വാതന്ത്ര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തൊന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ദാരിദ്ര്യത്തിന്റെ ഒരു ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അതൊരു ദൈവദാസൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ സ്പിരിറ്റ് ഒന്ന് മാറി നിൽക്കും. എന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഡെലിവറൻസ് എൻജോയ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ താക്കോൽ ഇരിക്കുന്നത് ആ സ്വാതന്ത്ര്യം അനുഭവിച്ച ആ വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദാരിദ്ര്യം എന്നത്, ഇല്ലായ്മ എന്നത്, ഒന്നും തികയാത്തൊരവസ്ഥ എന്നത്, ശൂന്യതയുടെ ഒരു അനുഭവം എന്നത് അതൊരു കണ്ടീഷൻ അല്ല, അതൊരു കൺട്രോളാണ്. അതൊരു പൈശാചികമാകുന്ന ഒരു കൺട്രോളാണ്. എവിടെയാണ് ഈ ദാരിദ്ര്യം ഭരിക്കുന്നത്? നമ്പർ 1, നമ്മുടെ മനസ്സിനെ തന്നെയാണ് ഈ ദാരിദ്ര്യം ഭരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, മനസ്സിനെയാണ് ദാരിദ്ര്യം ഭരിക്കുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന ദാരിദ്ര്യ ചിന്തകളിൽ നിന്ന് വേണം ഒരു വ്യക്തി ആദ്യം പുറത്തു വരുവാൻ. നോക്കൂ, നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാകുന്ന നിങ്ങൾക്ക് ഒരു സാലറി അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഒരു വരുമാനം ദൈവം നൽകും, തീർച്ചയായിട്ടും നൽകും. അത് ലോകത്തിന്റെ ഒരു സിസ്റ്റമാണ്. വേലക്കാരന് കൂലി എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സിസ്റ്റമാണ്. അതൊരു നീതിയാണ്. ആ കൂലി നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു പ്ലാനിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എല്ലാവരെയും ലക്ഷപ്രഭുക്കളായിട്ടല്ല ദൈവം സൃഷ്ടിക്കുന്നത്. എന്നാൽ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ലക്ഷപ്രഭുക്കളാക്കിയ വ്യക്തികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിങ്ങളുടെ തന്നെ ചുറ്റുവട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് മാനിച്ചവർ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാകും. എന്നാൽ ഇവിടെ നമുക്കൊരു വ്യക്തിപരമായ വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരുന്ന എന്തൊന്നിനകത്തും നമ്മൾ കൃതജ്ഞതയുള്ളവരാകണം. ഒന്ന് ടൈപ്പ് ചെയ്യാമോ? കൃതജ്ഞതയുള്ളവരാകുക, അല്ലെങ്കിൽ നന്ദിയുള്ളവരാകുക. എനിക്ക് ഒത്തിരി വ്യക്തികളെ എനിക്കറിയാം. അതായത് അല്പധനം കൊണ്ട് ആഡംബരത്തോടെ ജീവിക്കുന്ന, ഈ ആഡംബരം എന്ന് പറയുമ്പോൾ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം കൂടെ വാങ്ങി ആ ജീവിതം അല്ല ഞാൻ ആഡംബരം എന്ന് പറയുന്നത്. സന്തോഷത്തോടെ തൃപ്തിയോടുകൂടെ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, ഒരുപാട് പേരെ അറിയാം. ദൈവം നൽകുന്നതിനകത്ത് അവരുടെ ഒരു മാസത്തെ എല്ലാ കാര്യവും നടക്കും. പക്ഷെ ആ മാസം 31-ാം തീയതി ആകുമ്പോൾ അവരുടെ കയ്യിൽ വേറെ ഒന്നും കാണണമെന്നില്ല. 31-ാം തീയതി വരെയും ജീവിക്കാനുള്ളത് മാത്രം മുറുകെ പിടിച്ചിട്ട് 31-ാം തീയതി രാത്രിയാകുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. 1-ാം തീയതി സാലറി വന്നാൽ മാത്രമേ ഇനി അടുത്തതുള്ളൂ എന്ന നിലയിൽ ജീവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നവരെ എനിക്കറിയാം. എന്നാൽ അവരുടെ ഒരു കാര്യത്തിനു പോലും മുടക്കമില്ലാതെ, അല്ലലില്ലാതെ സമയാസമയങ്ങളിൽ അത് നടന്ന് പോകുന്ന അത്ഭുതത്തോടെ ഞാൻ ആ ജീവിതങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ള ഒരു മനുഷ്യനും കൂടെയാണ്. അത്ഭുതം, നമുക്കിത് എന്നെ കൊണ്ടൊന്നും അത് പറ്റത്തില്ലല്ലോ കർത്താവേ എന്ന് ചിന്തിക്കവരെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന കുടുംബമുണ്ട്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 30 ഇരട്ടി വരുമാനം ലഭിച്ചാലും, ഇത് മനസ്സിന്റെ കാര്യമായി പറഞ്ഞു വരുന്ന കേട്ടോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞാലും മനസ്സിന്റെ ദാരിദ്ര്യം അവരെ വിട്ടുമാറാത്ത ചില വ്യക്തികളെയും എനിക്കറിയാം. ദാരിദ്ര്യം എന്നത് അവർ പറഞ്ഞത് ഒരു സാമ്പത്തികമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞവർക്ക് സാമ്പത്തികം കൈകളിലേക്ക് വന്നപ്പോ മനസ്സിനെ ബാധിച്ച ആ ദാരിദ്ര്യം സമ്പത്ത് വന്നിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചിന്തകളെ ഭരിച്ച ആ ദാരിദ്ര്യം സമ്പത്ത് വന്നിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതപ്പോ ഒരു കണ്ടീഷൻ അല്ലായിരുന്നു, അതൊരു കൺട്രോൾ ആയിരുന്നു. അത് സമ്പത്തില്ലാത്ത ഒരു കണ്ടീഷൻ അല്ലായിരുന്നു, അതൊരു ഡിമോണിക് കൺട്രോൾ ആയിരുന്നു. ഞാൻ നേരത്തെ പറയുന്ന ഒരു 6000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ മാസ വരുമാനമുള്ളവർ, അവർക്കൊരു തുണി എടുക്കണമെങ്കിൽ അത് നടക്കും ഈ വരുമാനത്തിനകത്ത്. അവർക്കൊരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് നടക്കും ആ വരുമാനത്തിനകത്ത്. അവർക്കൊരു കല്യാണത്തിന് പോകണമെങ്കിൽ അത് നടക്കും ഈ വരുമാനത്തിനകത്ത്. എന്നാൽ
ഒരു 10-30-35,000 40-45,000 രൂപയുള്ള ഒരു മനുഷ്യനാണ് ഈ സ്ഥാനത്തെങ്കിൽ അവർക്ക് ഇതൊക്കെ കൈകളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 50,000 രൂപ വരുമാനം, അല്ലെങ്കിൽ പോട്ടെ ഒരു 20,000 രൂപ വരുമാനം, 20,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ആ 20,000 രൂപയുടെ വരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഭരിച്ചുകൊണ്ടിരുന്ന എല്ലാ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളും അതൊരു കണ്ടീഷൻ ആണെങ്കിൽ അതൊക്കെ മാറി അവർ നല്ല രീതിയിൽ ജീവിക്കണം. എന്നാൽ 20,000 രൂപ വരുമാനം വരുമ്പോഴും ഒരു നല്ല വസ്ത്രം വാങ്ങാത്ത, ഒരു നല്ല ഭക്ഷണം കഴിക്കാത്ത, ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയമായിട്ടും അതൊരു കണ്ടീഷൻ അല്ല, അതൊരു കൺട്രോളാണ്. അപ്പൊ അവരെ ഭരിക്കുന്ന ഒരു കൺട്രോൾ. എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളെ എനിക്കറിയാം. ജീവിതത്തിൽ മെച്ചപ്പെടാൻ സാധ്യത ഉണ്ടായിട്ടും മെച്ചപ്പെടുകയില്ല എന്ന് പറഞ്ഞ് സ്വയം ജീവിക്കുന്ന, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്നും കാശ് ചെലവാക്കത്തില്ലെന്ന്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതിയെന്ന്, ഞങ്ങൾ ഈ രീതിയിലൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. ആദ്യം മനുഷ്യന്റെ ദാരിദ്ര്യം മാറേണ്ടത് അവന്റെ മനസ്സിൽ നിന്നാണ്. ആദ്യം അവന്റെ ദാരിദ്ര്യം മാറേണ്ടത് അവന്റെ ചിന്തകളിൽ നിന്നാണ്. അവന്റെ ദാരിദ്ര്യം മാറേണ്ട സ്വഭാവത്തിൽ നിന്നാണ്. ബൈബിൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്കൊന്ന് നിങ്ങൾ വന്നേ. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ ആമേൻ ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ ഇതൊരു ഹൃദയത്തിന്റെ അവസ്ഥയാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. സഹോദരാ, ദൈവം നമ്മളെ സമൃദ്ധിയുടെ ആത്മാവിൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്ന ആരോടും ഞാൻ പറയാം, ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. ദൈവം ഇല്ലായ്മയുടെ ദൈവമല്ല, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമാണ്. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയവും അവന്റെ മനസ്സും അവന്റെ ചിന്തകളും ദൈവത്തിന്റെ ചിന്തകൾക്കൊത്തവണ്ണം രൂപാന്തരപ്പെട്ടതും ദൈവത്തെ സ്വീകരിക്കുന്നതുമായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപ്ഡേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു അപ്ഡേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു അപ്ഡേഷൻ ഉണ്ടാകണം. കാരണം ദൈവവചനം പറയുന്നു, വിവേകമില്ലാത്ത ഹൃദയം, വിവേകമില്ലാത്ത ഹൃദയം. വിവേകമില്ലാത്ത ഹൃദയത്തിന്റെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ബിഗ് സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ബിഗ് സീറോയിൽ നിൽക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർ യാതൊരു തരത്തിലും അവരിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ദൈവം ഒരു വ്യക്തിയെ ഉയർത്തുന്നത് കണ്ടാൽ, ദൈവം ഒരു വ്യക്തിയെ മാനിക്കുന്നത് കണ്ടാൽ, ദൈവം ഒരു വ്യക്തിയെ വളർത്തുന്നത് കണ്ടാൽ അവർക്ക് അസ്വസ്ഥത തുടങ്ങും. ഇരുണ്ട ഹൃദയത്തിന്റെ ലക്ഷണമാകട്ടെ ഇതൊക്കെ. ഇരുണ്ട ഹൃദയത്തിന്റെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ അറിയാമായിരിക്കാം. അവർക്ക് പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ അസ്വസ്ഥരാകുന്ന വ്യക്തി ഒരു കാലം അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നേറാനൊക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതൊരു കണ്ടീഷൻ അല്ല, അതൊരു കൺട്രോളാണ്. അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് അസ്വസ്ഥരാകുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഒന്നിനൊന്നിന് താഴ്ച വരുന്നതല്ലാതെ ഒന്നിനൊന്നിന് അവർക്ക് ഉയരാനൊക്കത്തില്ല. അവർ ഒരു വശം കറക്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ മറ്റൊരു വശം ഇടിഞ്ഞുകൊണ്ടിരിക്കും. ആ വശം കറക്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ വേറൊരു വശം ഇടിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് വരുമ്പോൾ അടുത്തൊരു പ്രശ്നം വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കും. ആ നിലയിൽ ജീവിതം നശിച്ചു പോകാൻ മറ്റുള്ളവന്റെ വളർച്ച കണ്ടൊന്ന് അസ്വസ്ഥപ്പെട്ടാ മതി, ഒന്ന് അസൂയപ്പെട്ടാ മതി, ദൈവം മാനിക്കുന്നവനെ ഒന്ന് കുറ്റം പറഞ്ഞാൽ മതി, അതോടെ പോയി കിട്ടുമല്ല. ബൈബിൾ പറയുന്നു, ആമേൻ ആമേൻ, അവരുടെ മനസ്സ് വ്യർത്ഥമായി തീർന്നു. ഈ മനസ്സ് എപ്പോ വ്യർത്ഥമാകുമോ ആ സെക്കൻഡിൽ തന്നെ ആ വ്യക്തിയുടെ ജീവിതവും വ്യർത്ഥമായിരിക്കും. അടുത്തൊരു വചനത്തിലൂടെ നമ്മൾ പോകാൻ പോവാം. അപ്പോ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ഇരുണ്ട ഹൃദയത്തിന്റെ ലക്ഷണം, നമ്മളെ ദാരിദ്ര്യം വിട്ട് മാറാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഒരു വ്യക്തിയെ ദാരിദ്ര്യം വിട്ടു മാറാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ അധ്വാനിക്കാത്തോണ്ടല്ല, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പണിക്ക് പോകാത്തോണ്ടല്ല, അവന്റെ കയ്യിലേക്ക് ശമ്പളം വരാത്തോണ്ടല്ല, അവന്റെ കൈകളിൽ ഒന്നും തങ്ങി നിൽക്കാത്തതിന്റെയും
അവന്റെ ജീവിതത്തിൽ അവൻ ഒന്നും ആകാൻ പറ്റാത്തതിന്റെയും എത്ര അധ്വാനിച്ചാലും അവൻ ഒന്നും ഇല്ലാത്തവനെ പോലെ ആകുന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണം ഒന്ന്, സാധാന്യമാകുന്ന കൺട്രോളിൽ നിൽക്കുന്ന ഒരു ജീവിതവും തലച്ചോറും ഹൃദയവും മാനസികാവസ്ഥയും. രണ്ട്, മറ്റു ദൈവം മാനിച്ച ഒരുത്തനെ കുറ്റം വിധിക്കാനുള്ള മനസ്സ്, ദൈവം വളർത്തുന്ന ഒരുത്തനെ കുറ്റം പറയാനുള്ള ഒരു മനസ്സ്, അവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ഒരു മനസ്സ്, അവരെ ദൈവം ഉയർത്തുന്നതിലുള്ള കണ്ണുകടി, അവരെ ദൈവം മാനിക്കുന്നതിലുള്ള ഒരു തരം വല്ലായ്മ, ഇത് ഇരുണ്ട ഹൃദയത്തിന്റെ ലക്ഷണമാണ്. ദൈവം നൽകിയതിനെ, രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ദൈവം നൽകിയതിനെ വിലമതിക്കാത്ത ഒരു മനസ്സ്. രണ്ടാമത്തെ കാര്യം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇരുണ്ട ഹൃദയത്തിന്റെ അവസ്ഥ. രണ്ടാമത്, ദാരിദ്ര്യം വിട്ടു മാറാത്ത കാരണം ദൈവം നൽകിയതിനെ വിലമതിക്കാത്ത മനസ്സ്. ദൈവം നൽകിയൊരു വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ല. കർത്താവ് നൽകിയ കാറ് വൃത്തിയായി സൂക്ഷിക്കത്തില്ല. ദൈവം നൽകുന്ന മക്കളെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കത്തില്ല. ദൈവം നൽകിയ ശരീരം വൃത്തിയായി സൂക്ഷിക്കത്തില്ല. ദൈവം നൽകിയ വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കത്തില്ല. മുഷിഞ്ഞു നിൽക്കുന്ന ഭവനമാണെങ്കിലും വ്യക്തികളാണെങ്കിലും ജീവിതമാണെങ്കിലും അതങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതം മുമ്പോട്ടും പോകുന്നത്. മുഷിഞ്ഞ ഒരു ജീവിതമായിരിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നതാ ഞാൻ പറയുന്നത്. ദൈവം നമുക്ക് തന്ന ഒരു സെന്റിലുള്ള ഒരു വീടാകട്ടെ, ഒരേക്കറിലുള്ള വീടാകട്ടെ, ഒരു സെന്റിലും ഒരേക്കറിലും ഒരേ മനോഭാവത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ പെരുമാറുന്നത്. ദൈവം തന്നത് ഒരു ചെറിയ കാറാകട്ടെ, ദൈവം തന്നത് ഒരു ചെറിയ ടൂ വീലർ ആകട്ടെ, ഒരു സൈക്കിൾ ആകട്ടെ, അതിനോട് നമുക്കൊരു കൃതജ്ഞത വേണം. അതിനെ നമ്മളൊന്ന് വൃത്തിയായി സൂക്ഷിക്കണം. ഇരുണ്ട ഹൃദയത്തിന് അതെല്ലാം ഒന്നുമില്ല, ഇതൊക്കെ എന്തുവാ, അപ്പുറത്തവരെ കാറ് നോക്കിക്കേ, അപ്പുറത്തവരെ ജീവിതം നോക്കിക്കേ, അപ്പുറത്തവരെ വീട് നോക്കി. നീ അപ്പുറത്ത് അവന്റെ നോക്കുന്നതിനേക്കാൾ ദൈവം നിനക്ക് തന്നതിനെ, നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനെ നീ വൃത്തിയോടും വിശ്വസ്തയോടും കൂടെ നോക്കി പാർത്തെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ അടുത്ത നിലവാരത്തിലേക്ക് ദൈവം അപ്ഡേറ്റ് ചെയ്യും. ആ സ്ഥാനത്ത് സ്വന്തം വീട് വൃത്തിയാക്കത്തുമില്ല, സ്വന്തം വണ്ടി വൃത്തിയാക്കത്തുമില്ല, സ്വന്തം ജീവിതം പരിപാലിക്കത്തുമില്ല, സ്വന്തം മക്കളെ വൃത്തിയായി നടക്കത്തുമില്ലാത്ത ഒരു വ്യക്തി മറ്റു വ്യക്തികളുടെ കുറ്റം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? എനിക്കറിയാം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ എനിക്കറിയാം. സ്വന്തം ജീവിതത്തിൽ ബിഗ് സീറോയാണ്, എന്നാൽ നല്ല വാല്യൂ ഉള്ള ഒരു വ്യക്തിയെ നോക്കി അവരുടെ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ പോലും ഭയങ്കര ഭീമമായിട്ട് ഉയർത്തി കാണിച്ച് എന്തോ വലിയ നല്ല കുട്ടിയാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ മനസ്സ് നോവുന്നത് കണ്ട് സന്തോഷിക്കുന്ന ചില ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അവരൊന്നും ജീവിതത്തിൽ മെച്ചപ്പെട്ട് കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ എഫദാൻ ജീസസ് മിനിസ്ട്രീസിലെ ഈ മെസ്സേജ് കേൾക്കുന്ന ഒരു ദൈവ പൈതൽ പോലും അങ്ങനെ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഈ രീതികളിലൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ്. മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവന്റെ കുറവ് കണ്ടെത്തുക, മറ്റുള്ളവരെ വിധിക്കുക, ദൈവം അനുഗ്രഹിച്ചവരെ പരിഹസിക്കുക, ഇങ്ങനെയൊക്കെ ഞാൻ നടന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്നെ കൺട്രോൾ ചെയ്ത ഒരു സ്പിരിറ്റ് ഉണ്ടെന്നും, എന്നാൽ അതിനപ്പുറം എന്നെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സ്പിരിറ്റ് എനിക്കായി ദാഹിക്കുന്നു എന്നും ഞാൻ അറിഞ്ഞപ്പോ ആ യേശുവിന്റെ കയ്യിലേക്ക് ഞാൻ എന്നെ കൊടുത്ത സമയത്ത് എന്റെ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മൈൻഡ് സെറ്റിനകത്താണ് ശരിക്കും ദാരിദ്ര്യം ഇരിക്കുന്നത്. നമുക്ക് 1 ലക്ഷം രൂപ സാലറി ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് 50,000 രൂപ സാലറി ഇല്ലാത്തതുകൊണ്ടല്ല, 5,000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിക്കും ഒരു കിങ്ങിനെ പോലെ ജീവിക്കാൻ പറ്റും ദൈവമുണ്ടെങ്കിൽ. കിങ്ങിനെ പോലെ ജീവിക്കാൻ പറ്റും ദൈവം ഉണ്ടെങ്കിൽ. നമ്മൾ ഈ സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും ബ്രാൻഡഡ് ഷർട്ട് ഇടുകയും ബ്രാൻഡഡ് ഷൂസ് ധരിക്കുകയും ചെയ്യുമ്പോഴല്ല നമ്മൾ ഒരു ആർഭാടമുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ഏറ്റവും ലക്ഷോറിയസ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. ലക്ഷോറിയസ് ലൈഫ് നയിക്കാൻ കഴിയുന്ന മക്കളും ഒക്കെ വളരെ ദാരിദ്ര്യമാകുന്ന അനുഭവത്തിൽ ജീവിക്കുന്നത് എനിക്കറിയാം. അവർക്ക് അതൊക്കെ അങ്ങനെയൊക്കെ നയിക്കാൻ അവർക്ക് സാധിക്കും.
പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ആനന്ദമോ സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നതാണല്ലോ. എന്നാൽ ആ സ്ഥാനത്ത് നിങ്ങൾ എത്ര സന്തോഷവാനാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സ്ഥാനത്ത് നിങ്ങൾ അറിഞ്ഞ ദൈവം എത്ര നല്ലവരാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സ്ഥാനത്ത് എന്ത് വിഷയത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു സമാധാനം എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. അപ്പൊ സ്വന്തം കണ്ണിലെ കോല് എടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് നോക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം, നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള വ്യക്തിയല്ല. കാരണം ദൈവമാ ഒരു മനുഷ്യനെ വിധിക്കേണ്ടത്. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ദൈവത്തെ വിളിക്കുന്നവനെ വിധിക്കാൻ പോകരുത്. ദൈവത്തെ വിളിക്കുന്നവനെ വിലയിടാൻ പോകരുത്. ദൈവത്തെ വിളിക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടരുത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, നീ അവരെ തൊട്ടാൽ അത് എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് സമമാണ്. ഒരുപക്ഷെ അവര് മിണ്ടാതിരിക്കും, അവര് തിരിച്ചു പ്രതികരിച്ചില്ല എന്നിരിക്കും, അവര് തിരിച്ചു മറുപടി പറഞ്ഞില്ല എന്നിരിക്കും. പക്ഷെ അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന ഒരു ടൈം വരും. ആ സമയം ഒത്തിരി നമ്മൾ വേദനിക്കേണ്ടതായിട്ട് വരും. ആമേൻ. നോക്കിക്കേ, നമ്മളെക്കാൾ ജീവിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു ഡിവൈൻ സിസ്റ്റം ഉണ്ട്. നമ്മളെക്കാൾ നന്നായി ജീവിക്കുന്നവരെ കണ്ടാൽ, ഞാൻ അങ്ങനെയൊക്കെ ജീവിതങ്ങൾ നോക്കി പഠിക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ പഠിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓരോരുത്തരെ നോക്കി എനിക്കറിയാം ഓരോരുത്തരുടെ ക്യാരക്ടർ, ഓരോരുത്തരുടെ മാനസിക നിലവാരം, മനോഭാവം. എന്നിട്ട് ഞാൻ നോക്കൂ, എന്റെ ജീവിതത്തിൽ എവിടെ ഇത് കറക്റ്റ് ചെയ്യാനുള്ളത്, എന്റെ ജീവിതത്തിൽ എവിടെ കറക്റ്റ് ചെയ്യാൻ, ഞാൻ കറക്റ്റ് ചെയ്യണമല്ലോ, എന്റെ ആ മേഖല ഞാൻ കറക്റ്റ് ചെയ്യണം. ഞാൻ കറക്റ്റ് ചെയ്യുന്ന, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ വീട്ടിലാണെങ്കിലും, ഞാൻ എന്റെ വൈഫിനോടാണെങ്കിലും, എന്റെ മക്കളോടാണെങ്കിലും എല്ലാം ഞാൻ പറയുന്നത്, നമ്മളെല്ലാം തികഞ്ഞവരും എന്നല്ല, നമ്മളെല്ലാം തികഞ്ഞവരാ, നമുക്കിനി ഒന്നിനും കുറവില്ല, നമ്മളെല്ലാമായി നമ്മളിനി മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ നോ 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 നോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ പഠിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഞാൻ എന്റെ വീട്ടിലും പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരാൾ നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയാൻ പറ്റണം. ഒരാൾ നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയാൻ പറ്റണം. ചിലരുണ്ട്, എന്തെങ്കിലും നമ്മളൊന്ന് കാണിക്കുന്ന സമയത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് എന്തോ കുറവുണ്ടെന്ന് നോക്കും. അതിനകത്ത് എന്തോ കുറവുണ്ടെന്ന് നോക്കും. ദാരിദ്ര്യത്തിന്റെ അവസ്ഥ അതാ, സ്പിരിറ്റിന്റെ ക്യാരക്ടർ അവര് കാണിക്കുന്നത്. അതിനകത്ത് എന്തോ കുറവുണ്ട്, അതിനകത്ത് എന്തു കുറ്റം പറയാം, അതിനകത്ത് എന്തൊന്ന് ചൂണ്ടിക്കാണിച്ച് അവരുടെ സന്തോഷത്തെ തല്ലിക്കെടുത്താം. എന്റെ പൊന്നു സഹോദര സഹോദരി, ജന്മത്ത് നിന്റെ മനസ്സിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല അങ്ങനൊരു ക്യാരക്ടർ ജീവിക്കുന്നിടത്തോളം കാലം. അങ്ങനൊരു ക്യാരക്ടറിൽ ജീവിക്കുന്നിടത്തോളം കാലം മനസ്സമാധാനം എന്നൊന്ന് ശാശ്വതമായി ആ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ആരെയും നോവിക്കാൻ പോകരുത്. ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയാട്ടോ. എങ്ങനെ അങ്ങനെയുള്ളവരെയും എനിക്കറിയാം. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നോണ്ട്, പലരെയും പഠിക്കുന്നത് കൊണ്ട്, എത്ര വചനം കേട്ടാലും ഒരു കാര്യവും ഇല്ലാത്ത ചില വ്യക്തികളുണ്ട് എന്നുള്ളതും അത് യാഥാർത്ഥ്യമാണ്. കാരണം അവരുടെ ഹൃദയം ഇരുണ്ടിരിക്കുന്നുണ്ട്, അവർക്കത് ആത്മാവിന്റെ ശുശ്രൂഷ അവർക്ക് ഗ്രഹിപ്പാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ നോക്കിക്കേ, അവരുടെ ഒരു ദൗർബല്യം നമ്മൾ തേടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോവാം. ലൂക്കോസിന്റെ സുവിശേഷം 6 കൂടെ വായിച്ച് നമ്മൾ നിർത്താൻ പോവാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. നമ്മൾ അളക്കുന്ന അളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5000 രൂപ നമുക്ക് വരുമാനമുള്ള സമയത്ത് നമുക്കുണ്ടായിരുന്ന വിശ്വസ്തത തന്നെ ആയിരിക്കണം 50,000 രൂപ നമുക്ക് ദൈവം തരുമ്പോഴും ഉണ്ടാകുന്ന വിശ്വസ്തത വിശുദ്ധ ബൈബിളിൽ വളരെ വലുതാണ്. അനുഗ്രഹത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് തന്ന 1 സെന്റിലുള്ള വീട്ടിൽ നമ്മൾ വിശ്വസ്തനായിരിക്കണം. അവിടെ ദുരാത്മാവ് വാഴുന്ന രീതിയിലുള്ള ഒരവസ്ഥയല്ല എന്റെ ഭവനം എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. നമുക്ക് ചില വീടിനകത്തോട്ടൊന്നും കയറി പോകാൻ പറ്റത്തില്ല, ചില വീടിനകത്തേക്കൊന്നും കയറി പോകാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ അവരും കുട്ടിയും കുടുംബമായിട്ട് അവർ ജീവിക്കുമായിരിക്കും. പക്ഷെ ആ വീടിനകത്തേക്ക് നമുക്ക് കയറാനൊക്കെ നമുക്കറിയാം. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും, ഇവരെങ്ങനെ ഇവിടെ ജീവിക്കുന്നു നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് ആ വീടിനകത്തുള്ള വ്യക്തിക്ക്, ആ വീട് ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ആ വ്യക്തിക്ക് ആ ഒരു അവബോധം ലഭിക്കാത്ത പക്ഷം ആ വീടിനകത്ത് നന്മ നിൽക്കത്തില്ല, ആ വീടിനകത്ത് ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. ആ 1 സെന്റിനകത്ത് അവർ വിശ്വസ്തരല്ല.
ആ ഒരു കാറിനകത്ത് അവർ വിശ്വസ്തരല്ല. കാറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തോ സാധനമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആക്കിയിട്ടേക്കുന്ന ഒരവസ്ഥ. വൃത്തിയായി സൂക്ഷിക്കണം. ഏത് കാര്യം വൃത്തിയായി സൂക്ഷിക്കണം. ദൈവം തന്നേക്കുന്ന വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. നമ്മൾ അളക്കുന്ന അളവിലേ നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്കറിയാം ചില വ്യക്തികളൊക്കെ ഗിഫ്റ്റ് മേടിക്കുന്ന സമയത്ത്, ഒരു ഗിഫ്റ്റ് കൊടുക്കാനല്ലേ, ഗിഫ്റ്റ് മേടിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ചെന്ന് കാണാൻ പോകുന്ന സമയത്ത് ആ വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്വീറ്റ്സ് മേടിക്കുന്ന സമയം അവരുടെ കയ്യിലുണ്ടെങ്കിലും ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രീതിയിലുള്ള ഗിഫ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ചെയ്യരുത്. നിങ്ങളൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിലും അതിനകത്ത് നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്താൽ അത് ആ വ്യക്തിക്ക് സന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷത്തെ പ്രതി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അവിടെ ചെന്ന് മാന്തിപ്പെറുക്കി ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു സാധനം, നല്ല സാധനം മേടിക്കാൻ നമുക്ക് കഴിയുമെങ്കിലും ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു സാധനം ഒരു ഗിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിന്, ഒരു നെയിം സേക്കിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ ദാരിദ്ര്യം വിട്ടു മാറത്തില്ല. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കഴിയുന്ന ഒരു ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക. അതിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കാം. ബെസ്റ്റ് ആയിട്ട് ചെയ്യുക, കഴിയുന്നതിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഉള്ളതും കടവും കൂടെ മേടിച്ച് ചെയ്യാനല്ല പറയുന്നത്, നമുക്ക് കഴിയുന്നതിൽ ബെസ്റ്റ് ചെയ്യുക. നിങ്ങൾ അളക്കുന്ന അളവിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്നേഹിക്കുന്നത് ദാരിദ്ര്യം പിടിച്ച് സ്നേഹിക്കണ്ട, നിങ്ങൾക്ക് കഴിയുന്ന സ്നേഹം നിങ്ങൾ കൊടുക്കുക. ചിലരിങ്ങനെ മസിൽ പിടിച്ച് നിന്നിട്ട് ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചോ എന്ന് പറയും. കുഞ്ഞെ, അങ്ങനെയുള്ളവരെ ആരും സ്നേഹിക്കത്തില്ല. സ്നേഹത്തിൽ ദാരിദ്ര്യം കാണിക്കും, കൊടുക്കുന്ന കാര്യത്തിൽ ദാരിദ്ര്യം കാണിക്കും, ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ദാരിദ്ര്യം കാണിക്കും, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ദാരിദ്ര്യം കാണിക്കും. അങ്ങനെയുള്ളവരുടെ ഒന്നും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം, കാരണം നമ്മളാണ് അതിനെ പിടിച്ചു നിർത്തിയേക്കുന്നത്. ഇപ്പൊ നമുക്ക് കാശുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ചീപ്പായിട്ടൊരു സാധനമേ എടുക്കുകയുള്ളൂ, നമ്മൾ ഏറ്റവും ചീപ്പായ രീതിയിലേ പെരുമാറുകയുള്ളൂ, നമ്മൾ ഏറ്റവും ചീപ്പായ വസ്ത്രമേ ധരിക്കുകയുള്ളൂ. അതൊന്നും നമ്മുടെ വിനയത്തിന്റെ അങ്ങ് ഭയങ്കര സംഭവമായിട്ടല്ലാണ്ട് നമുക്ക് ഭയങ്കര താഴ്മ. നിങ്ങളോടൊരു കാര്യം പറയാം, നല്ല ഭക്ഷണം മേടിച്ച് കഴിച്ചാൽ നിങ്ങളെ ദൈവം കോപിക്കത്തോ നിങ്ങളെ പിടിച്ച് നരകത്തിൽ തള്ളത്തൊന്നുമില്ല. പക്ഷെ സ്റ്റാർ ഹോട്ടലിൽ കയറിയാലേ എനിക്ക് ഫുഡ് ഇറങ്ങത്തുള്ളൂ എന്ന് പറയുന്നതിനോടല്ല എനിക്ക് യോജിപ്പുള്ളത്. നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കുന്നതിനും, നല്ല ഭക്ഷണം മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും, നല്ല വസ്ത്രം ധരിക്കുന്നതും, നല്ല ചെരുപ്പിടുന്നതും, വൃത്തിയായി മുടി ചീകി വെക്കുന്നതും ഒക്കെ ദൈവത്തിന് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾ വളർത്തുന്ന കുഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ വൃത്തിക്ക് പുറത്തിറങ്ങി നടക്കുന്നതാണോ ഒരു അപ്പനമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് മാനം? അതോ ഒരു താഴ്മയുടെ അടയാളമായി കീറിയ ചുളിഞ്ഞ വസ്ത്രവും അങ്ങും എങ്ങും എത്താത്ത ഒരു പാന്റും വാറുപൊട്ടി ഒരു ചെരുപ്പും ഇട്ടുകൊണ്ട് നടന്ന് ഏറ്റവും വലിയ താഴ്മയിലാണ് എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത്, ഭയങ്കര വിനയമുള്ളൊരു കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് നടക്കുന്നതിനോടാണോ ഒരു 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 അപ്പനമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സന്തോഷം? ഇതുപോലെ തന്നെയാണ് നമ്മുടെ അപ്പനും. സുഹൃത്തെ, നമ്മൾ ഏറ്റവും നന്നായി നടക്കുന്നതും ഏറ്റവും നന്നായി ജീവിക്കുന്നതിലും സന്തോഷിക്കുന്നത് നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതൊരവസ്ഥയല്ല, അതൊരു കൺട്രോളാണ്. ദൈവം നൽകിയതെല്ലാം വിശ്വസ്തയോടുകൂടെ പരിപാലിക്കുന്നിടത്താണ് സമൃദ്ധി വെളിപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന ധനത്തിന്റെ ഒരംശം നമ്മൾ ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് തരുന്നതിന്റെ ഒരംശം നമ്മൾ പാവപ്പെട്ടവരെ സഹായിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് തരുന്നതിനകത്ത് നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നമ്മൾ നിശ്ചയമായിട്ടും അടുത്ത അപ്ഡേഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. അതിന് പകരം ഒരു നല്ല വസ്ത്രം വാങ്ങാതെയും നല്ല ഭക്ഷണം വാങ്ങി കഴിക്കാതെയും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വയ്യായിക വന്നാൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെയും ഒക്കെ ജീവിക്കുന്ന അനേക ആൾക്കാരെ എനിക്കറിയാം. സാധിക്കുമായിരുന്നിട്ടും അനാവശ്യമായി പണം ചെലവാക്കും, അനാവശ്യമായി കൊണ്ട് എന്തിനെങ്കിലുമൊക്കെ കളയും, അനാവശ്യമായി സാധനങ്ങൾ വാങ്ങി നശിപ്പിക്കും. എന്നാലും ഒരു നല്ല വസ്ത്രം വാങ്ങാതെ, എന്നാലും വീട് മെനയ്ക്ക് സൂക്ഷിക്കാതെ, എന്നാലും പിള്ളേരെ വൃത്തിയായി നടത്താതെ, എന്നാലും സ്വന്തം ശരീരം വൃത്തിയായി സൂക്ഷിക്കാതെ, എന്നാലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ പണം കൂട്ടി വെക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ദാരിദ്ര്യത്തിന്റെ മനോഭാവം വിട്ടുമാറാതെ, ദാരിദ്ര്യത്തിന്റെ ചിന്ത വിട്ടുമാറാതെ, എത്ര വരുമാനം ഉണ്ടെങ്കിലും ഉറക്കമുളച്ചധ്വാനിച്ചാലും, എത്ര വരുമാനം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു പടി പോലും മുൻപോട്ട് പോകാൻ മനസ്സില്ലാതെ
സാത്താനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നവർ. എന്നാൽ ഇന്നത്തെ ഈ സന്ദേശത്തിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ സന്ദേശം അവർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് നമ്മുടെ ജീവിതത്തെ ദൈവം തന്ന നന്മകൾ കൊണ്ട് അതിന് കൃതജ്ഞത കാണിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ ദൈവവചന അടിസ്ഥാനത്തിൽ പുതുക്കി വ്യത്യാസപ്പെടുത്തി ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ നല്ലൊരു മനുഷ്യനായി പ്രദർശിപ്പിക്കുക. അത് നമ്മുടെ ദൗത്യമാണ്. നമുക്ക് വന്ന് ദൈവം ഷർട്ട് മാറ്റി തരത്തില്ല, ഷർട്ട് മേടിച്ചു തരത്തില്ല. മേടിക്കാനുള്ളത് കർത്താവ് കയ്യിൽ തരും. നമ്മളെ ഒരു വ്യക്തിയെ സഹായിക്കാൻ ദൈവം, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്ന് അവരുടെ പേഴ്സിലേക്ക് വെച്ച് കൊടുക്കത്തില്ല. നിങ്ങളുടെ കയ്യിൽ തരും, കൊണ്ടു കൊടുക്കാൻ പറയും. അവിടെയും ആ പണം എനിക്കിരിക്കട്ടെ, അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയുന്നിടത്തോളം കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരു ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, അവരെ കണ്ട് നിങ്ങളുടെ കണ്ണ് വെട്ടിത്തിരിക്കരുത്, അവരെ കണ്ട് നിങ്ങളുടെ തല തിരികരുത്, അവരെ കാണാത്ത പോലെ നടക്കരുത്. ഇന്ന് അവരെ സഹായിക്കാനുള്ള അവസരം ദൈവം തന്നിരിക്കുന്നത് നിങ്ങളെയാണ് എന്ന് ഓർമ്മ വെക്കുക. നിങ്ങളെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയുക. കാരണം ആ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് തുറക്കാനുള്ളത് ഒരു അനുഗ്രഹത്തിന്റെ വാതിലായിരിക്കാം. ആ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ദൈവം തുറന്നു തരാനുള്ളത് ഒരു അനുഗ്രഹത്തിന്റെ വാതിലായിരിക്കാം. എത്രയോ പേരെ കണ്ട് നമ്മൾ മുഖം തിരിഞ്ഞ് നടന്നവരായിരിക്കാം. ഒരുപാട് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിലും കൊടുക്കാത്ത വ്യക്തിയായിരിക്കാം. ഒരുപാട് ദൈവദാസന്മാരെ സഹായിക്കാൻ കടമയുണ്ടായിട്ടും കടപ്പാടുണ്ടായിട്ടും ചെയ്യാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്നു മുതൽ ഇതൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ ആ ചിന്തയിൽ ഒരു മാറ്റം വരുത്തിയാട്ടെ. നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിയാട്ടെ. ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിനകത്തൊന്ന് കൊണ്ടുവന്നാട്ടെ. വചനങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി വചനങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16:10 വായിച്ചാൽ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ നിന്നെ കാര്യവിചാരകനാകും. നിങ്ങളുടെ മുമ്പിൽ സഹായിപ്പാൻ അർഹതയുള്ള ഒരു വ്യക്തി നിപ്പുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾക്ക് കുറഞ്ഞു പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ചിട്ടപ്പെടുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ നിങ്ങൾ മാറ്റും. നമ്മുടെ മനസ്സിന്റെ ദാരിദ്ര്യം വിട്ടുപോകാതെ, ചിന്തയുടെ ദാരിദ്ര്യം വിട്ടുപോകാതെ, നമ്മുടെ കയ്യിൽ മണിയാണെങ്കിലും റിലേഷൻസ് ആണെങ്കിലും നിൽക്കത്തില്ല, ബന്ധങ്ങളാണെങ്കിലും നിൽക്കത്തില്ല, സമ്പത്താണെങ്കിലും നിൽക്കത്തില്ല, ആരോഗ്യമാണെങ്കിലും നിൽക്കത്തില്ല. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ വിശ്വസ്തരല്ല. ആരോഗ്യം നിൽക്കത്തില്ല, സമ്പത്ത് ഒന്നും നിൽക്കത്തില്ല. സോ ഇതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇനിയും ഒന്ന് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തിയാട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു നന്മയുണ്ടാകും, ഒരു വിടുതലുണ്ടാകും, ഒരു അനുഗ്രഹം ഉണ്ടാകും. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിയുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ സന്ദേശം അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളിലൂടെ ലോകത്തിൽ മുഴുവനും ഈ സന്ദേശം എത്തിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ പിതാവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കർത്താവേ, വലിയ മാനവും വലിയ വിടുതലും ഈ സന്ദേശത്തിലൂടെ ഈ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് നൽകണം. വലിയ അത്ഭുതങ്ങൾ ഈ സന്ദേശത്തിലൂടെ ജനത്തിന്റെ ജീവിതത്തിൽ, മനസ്സിൽ സംഭവിക്കണം. ഇവർ അനുഗ്രഹിക്കപ്പെടണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കകത്ത് ചിട്ടപ്പെടുത്തലുകൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം കൊണ്ടുവരണം. വലിയ മഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.